ഹോളോകോസ്റ്റ് രണ്ടാം ലോക മഹായുദ്ധകാലത്തും അതിനു മുമ്പും അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മൻ നാസികൾ ചെയ്ത കൂട്ടക്കൊലകളുടെ പരമ്പരകൾക്ക് പൊതുവായി പറയുന്ന പേരാണ്. ചരിത്രത്തിൽ ഇന്ന് നമ്മൾ ഹോളോകോസ്റ്റിന്റെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്ന് ഓർമ്മിക്കുന്നു. 1941 സെപ്റ്റംബർ 29, 30 തീയതികളിൽ ഉക്രൈനിലെ കീവിന്റെ പ്രാന്തപ്രദേശത്തുള്ള ബാബിയാർ എന്ന മലയിടുക്കിൽ വെറും 48 മണിക്കൂറിനുള്ളിൽ 33,000-ലധികം ജൂത പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടു. യഹൂദരെന്ന പേരിൽ മാത്രം ആയിരക്കണക്കിന് മനുഷ്യരല്ലാത്തവരായി കാണപ്പെട്ടതിൻ്റെ കൊടും ക്രൂരത. രണ്ടാം ലോക മഹായുദ്ധത്തിനു മുമ്പ് കിഴക്കൻ യൂറോപ്പിലെ ഏറ്റവും വലിയ ജൂത സമൂഹങ്ങളിലൊന്നായിരുന്നു കീവ്. ഏകദേശം 1,60,000 ആളുകൾ, നഗരത്തിലെ ജനസംഖ്യയുടെ 1/5. 1941 സെപ്റ്റംബർ 19 നാസി സൈന്യം കീവ് പിടിച്ചടക്കിയപ്പോൾ സോവിയറ്റ് ഒഴിപ്പിക്കലിനൊപ്പം നിരവധി ജൂതന്മാർ പലായനം ചെയ്തിരുന്നു. എങ്കിലും ഏകദേശം 60,000 പേർ അവിടെ അവശേഷിച്ചു. കൂടുതലും പ്രായമായവരും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം സർക്കാർ കെട്ടിടങ്ങളിൽ ഒളിപ്പിച്ച സോവിയറ്റ് മൈനുകൾ പൊട്ടിത്തെറിച്ച് ജർമ്മൻ സൈനികർ മരണപ്പെട്ടു. ഈ സ്ഫോടനങ്ങൾ സോവിയറ്റ് അട്ടിമറിക്കാരുടെ പ്രവൃത്തിയാണെങ്കിലും നാസി കമാൻഡർമാർ അവയെ കീവിലെ ജൂത പ്രശ്നത്തിന്റെ അന്തിമ പരിഹാരം എന്ന് വിളിക്കുന്നതിനുള്ള ഒരു മറയായി ഉപയോഗിച്ചു. സെപ്റ്റംബർ 26 ജർമ്മൻ അധികാരികൾ നഗരത്തിലുടനീളം നോട്ടീസുകൾ പതിച്ചു. എല്ലാ ജൂതന്മാരും 3 ദിവസത്തിന് ശേഷം പഴയ ജൂത സെമിത്തേരിക്ക് സമീപമുള്ള ഒരു തെരുവിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഉത്തരവിട്ടു. ലേബർ ക്യാമ്പുകളിലേക്ക് പുനരധിവസിപ്പിക്കപ്പെടുമെന്ന വ്യാജവാഗ്ദാനത്തിൽ തിരിച്ചറിയൽ രേഖകൾ, വസ്ത്രങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ കൊണ്ടുവരാൻ അവരോട് ആവശ്യപ്പെട്ടു. അവരിൽ പലരും തങ്ങളെ ട്രെയിനിൽ കൊണ്ടുപോകുമെന്ന് വിശ്വസിച്ചു. പക്ഷേ ആ യാത്ര മരണത്തിലേക്ക് ആണ് എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. 1941 സെപ്റ്റംബർ 29 പുലർച്ചെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും നീണ്ട നിരകൾ ബാബിയാറിലേക്ക് നടന്നു. അവിടെ ഐൻസാറ്റ്സ് ഗ്രൂപ്പൻ കൊലയാളി സ്ക്വാഡുകൾ, ജർമ്മൻ ഓർഡർ പോലീസ്, പ്രാദേശിക ഉക്രൈനിയൻ സഹായികൾ എന്നിവരുടെ സഹായത്തോടെ ജർമ്മൻ SS യൂണിറ്റുകൾ ഇരകളെ സാധനങ്ങൾ കൈമാറാനും വസ്ത്രങ്ങൾ അഴിക്കാനും നിർബന്ധിച്ചു. തുടർന്നായിരുന്നു പൈശാചികമായ കൊടും ക്രൂരത. ചെറിയ ഗ്രൂപ്പുകളായി അവരെ മലയിടുക്കിലൂടെ ഓടിക്കുകയും മെഷീൻ ഗൺ ഉപയോഗിച്ച് അവരെ തുടരെ വെടിവെക്കുകയും ചെയ്തു. അടുത്ത ദിവസത്തിന്റെ അവസാനത്തോടെ 33,771 ജൂതന്മാർ മണ്ണിന്റെ നേർത്ത പാളുകൾക്കിടയിൽ കുഴിച്ചു മൂടപ്പെട്ടു. ഹോളോകോസ്റ്റിലെ വെടിയുണ്ടകൾ കൊണ്ടുള്ള കൂട്ടക്കൊലയിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നാണിത്. വിരളിൽ എണ്ണാവുന്നവർ മാത്രമേ അന്ന് രക്ഷപ്പെട്ടുള്ളൂ. അവരിൽ ഒരാളായ കീവ് പപ്പറ്റ് തിയേറ്റർ നടിയായ ദിന പ്രോണിച്ചേവ് പിന്നീട് മരിച്ചവരുടെ മൃതദേഹങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നതും രാത്രിയുടെ മറവിൽ രക്ഷപ്പെടുന്നതും വിവരിച്ചപ്പോഴാണ് ഈ കൊടും ക്രൂരത പുറം ലോകം അറിയുന്നത്. 1941 സെപ്റ്റംബറിൽ ബാബിയാർ അവസാനിച്ചില്ല. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഈ മലയിടുക്ക് റോമാ ജനതയ്ക്കും സോവിയറ്റ് യുദ്ധ തടവുകാർക്കും ഉക്രൈനിയൻ ദേശീയവാദികൾക്കും ഒരു കൊലപാതക കേന്ദ്രമായി മാറി. മരിച്ചവരുടെ എണ്ണം 70,000-ലധികമായി. യുദ്ധം അവസാനിച്ചപ്പോൾ സോവിയറ്റ് അധികാരികൾ ഈ സ്ഥലത്തെ സമാധാനമുള്ള സോവിയറ്റ് പൗരന്മാരുടെ ശവകുടീരമായി മാത്രം ഓർമ്മിച്ചു. അവിടെ അതിക്രൂരമായി കൊല്ലപ്പെട്ട ജൂതന്മാരുടെ ഓർമ്മകൾ ബാബിയാറിന്റെ മണ്ണിന്റെ നേർത്ത പാളികൾക്കിടയിൽ മാത്രമായി മൂടപ്പെട്ടു. കൂട്ടക്കൊലയുടെ യഥാർത്ഥ കഥ ആഗോള ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ 2 പതിറ്റാണ്ടുകൾ എടുത്തു. റഷ്യൻ കവി യവ്ജെനി യെവ്തോഷെങ്കോയുടെ 1961 ശക്തമായ കവിതയായ ബാബിയാർ. ഈ കവിതയിലൂടെ ബാബിയാറിൽ നടന്ന നാസി കൊടും ക്രൂരത അദ്ദേഹം വിവരിച്ചു. ബാബിയാർ താഴ്വരയിലെ മണ്ണിൽ മൂടപ്പെട്ട 33,000 ജൂതന്മാരുടെ കഥ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. യെവ്തോഷെങ്കോയുടെ ജൂത കൂട്ടക്കൊലയുടെ നിശബ്ദതയെ ഭേദിച്ച സാഹസിക നിലപാടായിരുന്നു ആ കവിത. ഈ കവിതയിലൂടെ യഹൂദ വിരുദ്ധത ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമായി ഉയർത്തിക്കൊണ്ടുവരാൻ യെവ്തോഷെങ്കോയ്ക്ക് കഴിഞ്ഞു. ബാബിയാർ കവിതയെ അടിസ്ഥാനമാക്കി പ്രസിദ്ധ സംഗീതജ്ഞൻ ദിമിത്രി ഷോസ്റ്റോക്കോവിച്ച് 1962 തൻ്റെ സിംഫണി നമ്പർ 13 രചിച്ചു. ഇതിലൂടെ കവിതയുടെ സന്ദേശം ലോകമെമ്പാടും വ്യാപിച്ചു. ഇന്ന് ബാബിയാർ കവിത യഹൂദരോടുള്ള അനീതിയെ തുറന്നു പറഞ്ഞ സാഹസിക കവിതയായും ചരിത്ര സത്യത്തെ ലോക സമൂഹത്തിന്റെ മുന്നിൽ എത്തിച്ച മഹത്തായ സാംസ്കാരിക രേഖയായും വിലയിരുത്തപ്പെടുന്നു. ബാബിയാർ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് യഹൂദരെന്ന പേരിൽ മാത്രം ആയിരക്കണക്കിന് മനുഷ്യരല്ലാത്തവരായി കാണപ്പെട്ടതിന്റെ ഭീകരതയാണ്. അവർക്ക് കുറ്റമൊന്നുമില്ലായിരുന്നു. വംശം മാത്രമാണ് അവരുടെ മരണവിധി. യഹൂദ വിരുദ്ധത എന്ന വിഷബീജം 2 ദിവസങ്ങൾക്കുള്ളിൽ 33,771 നിഷ്കളങ്ക ജീവനുകളെ ഇല്ലാതാക്കി. ഇന്ന് ബാബിയാർ ഒരു ശവകുടീരം മാത്രമല്ല, യഹൂദ ജനതയ്ക്കെതിരായ ക്രൂരമായ അനീതിയുടെ സാക്ഷ്യപത്രം കൂടിയാണ്. ആ അനീതി നാം മറന്നുപോയാൽ
അതേ വിഷം വീണ്ടും സമൂഹത്തെ ദംശിക്കും. അതുകൊണ്ടാണ് ബാബിയാറിലെ ആ നിലവിളി ഇന്നും ഒരു മുന്നറിയിപ്പായി ഓർമ്മിക്കുന്നത്.